ഹലോ, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നല്ല കേട്ടോ. എന്നാലും അങ്ങനെയൊന്ന് തുടങ്ങിയെന്ന് മാത്രം. ഒരുക്കം കണ്ടിട്ട് എന്തായാലും ചെറിയ കാര്യത്തിനല്ലാന്ന് മനസ്സിലായല്ലോ. അത് തന്നെ ഒരു ഫംഗ്ഷന് പോവാണ്. അതും ഒരു മാരേജ് ഫംഗ്ഷൻ. ആരാന്നും കൂടി പറയാട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഷീബ മിസ്സിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ട് പൊട്ട് കൂടെ തൊട്ടിട്ടുണ്ട്. നല്ല റെഡ് പൊട്ടാണ് തൊട്ടത്. കാരണം ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് റെഡ് ആൻഡ് വൈറ്റ് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും റെഡ് ജിമിക്ക് കമ്മലും കൂടി ആവാലോ. അപ്പോൾ മുടിയൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മൽ ഇട്ടതിന് ശേഷം സിമ്പിളായിട്ട് ഒരു റെഡ് കളർ വള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും മതി കേട്ടോ. ഇനി നമ്മുടെ റെഡ് കളർ ഷാള് കൂടി ഇട്ടാൽ സംഭവം തീർന്നു. അപ്പോൾ നേരെ നമുക്ക് വിട്ടാലോ. ഇവിടുന്ന് ഇപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ കൂടെ ഒരു ബാഗ് കൂടെ തൂക്കിയിട്ടത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആശുക്കുട്ടനും ഗൗരിക്കുട്ടിക്കും ടാറ്റയൊക്കെ പറഞ്ഞതാ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കുമ്പോൾ എന്താണെന്നറിയില്ല, മുഖം ഇച്ചിരി സീരിയസ് ആവും. മാങ്ങാട്ടുള്ള ലെക്സോട്ടിക്കയിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മുഹൂർത്തം വളരെ വളരെ നേരത്തെ ആയിരുന്നു. ഈ ബ്രൈഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ പൂക്കളൊക്കെ കൊണ്ടുള്ള ഒരു ചെറിയ പന്തൽ മിക്ക കല്യാണത്തിലും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കണ്ടു പുറത്ത്. പക്ഷെ ഞങ്ങൾ ലേറ്റായി പോയതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ കുറേ പേര് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സ്കൂളൊക്കെ പൂട്ടി കുറച്ച് ഗ്യാപ്പിന് ശേഷം എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും ഇതാ സ്റ്റേജിൽ അവിടെ അരിയിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദൂരത്ത് നിന്ന് ഞാനൊന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇതാ നേരെ കാണുന്ന പച്ച സാരിയിലുള്ളതാണ് ഷീബ മിസ്. ഒരമ്മയുടെ വെപ്രാളവും സന്തോഷവും ഒക്കെ മിസ്സിൻ്റെ മുഖത്തിപ്പോൾ കാണാനുണ്ട്. ചടങ്ങുകളൊക്കെ അവിടെ നടക്കട്ടെ. ഇവിടെ ഓഡിയൻസിൻ്റെ സീറ്റുകളൊക്കെ ഏകദേശം കാലിയായിരുന്നെങ്കിലും ഞങ്ങൾ എണീറ്റത് ഒരുപാട് വൈകിട്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ സ്റ്റേജിലേക്ക് പോയി മിസ്സിനെ കണ്ടു, സംസാരിച്ചു. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ താഴെ വന്ന് വീണ്ടും ഞങ്ങളുടേതായ കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുക്കുകയാണിപ്പോൾ. എല്ലാ ഗ്രൂപ്പിലും കാണുമല്ലോ ഒരു നല്ല ക്യാമറയും ക്യാമറാമാനും. അപ്പോൾ അതേപോലെ പ്രീനിയുടെ ഫോണിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പുറത്തിറങ്ങി അവിടുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള മിസ്സിൻ്റെ കൂടെ വന്ന ആളാണ് കേട്ടോ ഇത്. ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ ആൾക്ക് നാണം വന്നു. ഫോട്ടോനാണോ അറിയില്ല, എല്ലാവരും നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറ്റിച്ചു വീഡിയോൻ്റെ എടുത്തത്. ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ. നമ്മൾ ഭക്ഷണശാലയിലേക്കാണ് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് വരാം. സമയം 12 മണി കഴിഞ്ഞു. ഭക്ഷണശാലയിലെ തിരക്കും നോക്കട്ടെ. പറഞ്ഞ പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ മുഹൂർത്തം നേരത്തെ ആയിരുന്നു എന്ന്. അതുകൊണ്ട് എല്ലാവരും ഫുഡും കഴിച്ചിട്ട് മടങ്ങിയിട്ടുണ്ടാവണം. സീറ്റൊക്കെ കാലിയായിരുന്നു. പക്ഷെ ഇവരുടെ സംസാരം കഴിഞ്ഞിട്ട് വേണ്ടേ ഒന്ന് ഇരിക്കാൻ. അങ്ങനെ ഒരുവിധം ഉന്തിത്തള്ളി എല്ലാത്തിനെയും വാഷ്റൂമിൽ എത്തിച്ചിട്ടുണ്ട്. തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒരു അല്പനേരം അവിടെ ഇവിടെയായിട്ട് നിൽക്കേണ്ടി വന്നു. എന്തായാലും എന്താ അടിപൊളി സദ്യ കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരെയും നോക്കി നോക്കിയത് അവസാനം ഞങ്ങൾക്കൊന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ എല്ലാവരും ഒന്ന് ഓടിച്ചു കാണിക്കാട്ടോ. എല്ലാവരും നല്ല അടിപൊളി വൈബാണ്, നല്ല സ്നേഹമാണ്, തിക്ക് ഫ്രണ്ട്സുമാണ്. എന്ത് ഹെൽപ്പ് ചെയ്യാനും ആർക്കും ഒരു മടിയൊന്നുമില്ല. ഇത് എന്നെക്കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി കേട്ടാൽ എന്നെ പഞ്ഞിക്കിടും. ചുമ്മാ പറഞ്ഞതാണ്. എല്ലാവരും നല്ല കമ്പനിയാണ്. അപ്പോൾ അതെല്ലാവരും മുമ്പിലും ഇലയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. നല്ല തളിരിലയിൽ പൂക്കൾ വെതറിയ പോലെ പല കറികളിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ കുറേ കറികൾ ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും തിന്നാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? പക്ഷേ ഏതായാലും ഇന്ന് ഞാനൊരു പിടി പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതാ പുറത്തിറങ്ങി. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു റീൽസ് അപാരതയാണ് കേട്ടോ. റീൽസൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ള 2-3 ആൾക്കാരുണ്ട് ഇതിൽ. പക്ഷെ എന്തെടുക്കുന്നുള്ള കാര്യത്തിലായിരുന്നു കൺഫ്യൂഷൻ. ഒടുക്കം കുറേ തപ്പിയിട്ട് സിമ്പിളായിട്ട് ഒരെണ്ണം കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് ഈ ഫിൽറ്റർ വേണ്ടാന്ന് വേറെ ഇട്. അപ്പോൾ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താവോ എന്തോ എല്ലാവരും ഇതിലില്ല. ബാക്കിയുള്ളവർ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീൽസൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി വർത്താനൊക്കെ പറഞ്ഞതാ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അവിടുന്ന് കുറച്ചുകൂടി ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നത് പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. എന്നെ കാത്ത് താഴെ ഒരാൾ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോൾ വേറെ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.